തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗ കേസിലെ 2 പ്രതികൾ തിരുവല്ല പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി. ഒളിവിലായിരുന്ന കിരൺ തോമസും സാജൻ തോമസുമാണ് കീഴടങ്ങിയത്. ഇനി ഒരാൾ കൂടി പിടിയിലാകാനുണ്ട് എന്ന് അന്വേഷണ സംഘം പറയുന്നു. ഇത് ഫസ്റ്റ് ഓൺ 24 വാർത്തയാണ്. ഷിജോ കുര്യൻ വിവരങ്ങളുമായി. ഷിജോ, പറയൂ, എന്താണ് വിശദാംശങ്ങൾ? തിരുവല്ല സ്പായിലെ കൂട്ടബലാത്സംഗത്തിൽ ആദ്യ 4 പ്രതികളും പിടിയിലായതിനു പിന്നാലെയാണ് രാത്രിയോടുകൂടി മറ്റ് 2 പ്രതികൾ കൂടി തിരുവല്ല പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയത്. കിരൺ തോമസ്, സാജൻ തോമസ് എന്നീ പേരുകളുള്ള 2 പ്രതികൾ തിരുവല്ല പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. ഇവർ 2 പേരും ബംഗളൂരുവിൽ ഒളിവിൽ കഴിയുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിച്ച വിവരം. അതുപ്രകാരം മറ്റ് 4 പ്രതികൾ കൂടി അറസ്റ്റിലായതോടുകൂടി ഈ 2 പ്രതികളും ബംഗളൂരുവിൽ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് സ്വമേധയാ എത്തി കീഴടങ്ങുകയായിരുന്നു. നേരത്തെ തന്നെ ഈ കേസിലെ 1-ാം പ്രതിയായിരുന്ന സുബിൻ അലക്സാണ്ടറിനെയും സുബിന്റെ കൂട്ടാളി ബെർലിൻ ദാസിനെയും പോലീസ് പിടികൂടിയിരുന്നു. അതിന് പിന്നാലെ ഈ പറയുന്ന ഒരു പ്രതിയെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു പ്രതിയെ പോലീസ് പിടികൂടിയിരുന്നു. വരുൺ കുമാർ എന്ന് പറയുന്ന പ്രതിയെയാണ് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അന്വേഷണ സംഘം പിടികൂടിയത്. അതിന് പിന്നാലെ ഇന്ന് രാവിലെയോടുകൂടി മറ്റൊരു പ്രതിയെ റാന്നിയിൽ നിന്ന് റൊക്കൻ എന്ന് വിളിക്കുന്ന പ്രശോഭനെ കൂടി അന്വേഷണ സംഘം പിടികൂടിയിരുന്നു. അതിന് പിന്നാലെ 2 പ്രതികൾ കൂടി ഉണ്ട് എന്നുള്ള വിവരം നമുക്ക് നേരത്തെ തന്നെ ലഭിച്ചതാണ്. കിരണും സാജനുമായിരുന്നു മറ്റ് 2 പ്രതികൾ. ഇവർ അല്പസമയം മുമ്പ് തിരുവല്ല പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു. അങ്ങനെ ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ട 6 പ്രതികളും പിടിയിലായിട്ടുണ്ട്. ഇതിനു പുറമെ ഒരാൾ കൂടി പിടിയിലാകാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇന്നലെയാണ് 1-ാം പ്രതി സുബിൻ അലക്സാണ്ടറെ പോലീസിന്റെ കസ്റ്റഡിയിൽ ലഭിച്ചത്. ഇന്ന് ഈ പ്രതിയെ സംഭവം നടന്ന സ്പായിലടക്കം എത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടത്തിയിരുന്നു. ഇനിയിപ്പോൾ ഈ പ്രതികളിൽ നിന്ന് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പ്രതികൾ ഈ കൃത്യം നടത്തിയത് നടക്കുന്ന കാര്യങ്ങൾ പോലീസ് വളരെ വിശദമായിട്ട് ചോദിച്ചറിയുകയാണ്. നിലവിൽ 6 പ്രതികളും പിടിയിലായിട്ടുണ്ട്. ഇനി ഒരു പ്രതി കൂടിയാണ് പിടിയിലാകാനുള്ളത്. അയാളെ കൂടി വളരെ വേഗം പിടികൂടാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ അന്വേഷണ സംഘം വെച്ചു പുലർത്തുന്നുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുഖ്യധാരയിൽ പ്രവർത്തിച്ച മുഴുവൻ പ്രതികളും പിടിയിലായിരിക്കുന്നു. ഇനി ഇതിന്റെ മോട്ടീവ് എന്താണ്, കൊട്ടേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പോലീസ്. ഷിജോ കുര്യനാണ് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.